എനിക്ക് മനസ്സിലാവുന്നുണ്ട് സൈനു. എന്നാലും ജീവിതത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പറഞ്ഞത്. എന്തായാലും നിങ്ങളെ ഞാൻ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അതിലെനിക്ക് നല്ല കുറ്റബോധമുണ്ട്. നിങ്ങൾക്കാർക്കും എന്നോട് ദേഷ്യം തോന്നരുത്. ഇല്ല. ശരിയെന്നാ. രാഘവേട്ടനെ വിളിച്ചത് തഹസിൽദാർ വീട്ടിൽ ചെന്നിരുന്നു. മികച്ച കുടുംബശ്രീ അവാർഡ് നമ്മുടെ അയൽക്കൂട്ടത്തിനാ. ഭാനുചേച്ചിക്കും ഉണ്ട് അവാർഡ്. മന്ത്രി അടുത്ത ആഴ്ച ഇവിടെ ഉണ്ടത്രേ. നമ്മുടെ സൗകര്യം നോക്കി ഒരു ഡേറ്റ് പറയാനാ പറഞ്ഞിരിക്കുന്നത്. ഈ അവസ്ഥയിൽ നമുക്കെന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു അവാർഡ്? എന്നെ നോക്കണ്ട സൈനു, നമ്മൾ മാത്രമല്ലല്ലോ, കുടുംബശ്രീയിൽ വേറെ ആളുകളില്ലേ? അവരുടെ ആഗ്രഹമൊന്നും കാണാതെ പോരുത്. മോളെ, ഈ അവാർഡ് വേണ്ടെന്ന് വെക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ മോൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നമ്മുടെ മോളെ പിടിച്ചു വച്ചിരിക്കുന്നത് ഈ പോലീസും ഈ സർക്കാരിന്റെ ആൾക്കാരും അല്ലേ? അന്ന് മന്ത്രി വരുമെന്നല്ലേ പറഞ്ഞത്? നമുക്ക് മന്ത്രിയോട് ഫോണിൽ സംസാരിക്കാൻ പറ്റുമോ? എന്തിനേച്ചി? മന്ത്രിയോട് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറയാം. അദ്ദേഹത്തിന് ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ പറ്റിയാലോ? നമ്മളെ പോലുള്ള പാവങ്ങളുടെ കാര്യത്തിലൊക്കെ ഈ മന്ത്രിമാരെ ഇടപെടുവോ മോളെ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അറിയാമോ ചേച്ചി? നമുക്ക് തഹസിൽദാരെ വിളിച്ചു നോക്കിയാലോ? മന്ത്രിയുടെ നമ്പർ ഉണ്ടെങ്കിലോ? ആ സൈനു, ആ തഹസിൽദാരുടെ നമ്പർ ഒന്ന് തരാമോ? ഒരു മിനിറ്റ്, ഞാൻ എടുത്തിട്ട് തിരിച്ചു വിളിക്കാം. ആ ശരി. ഓക്കെ, ശരി. എന്താ സതീശ? അല്ല, അതെ സാറേ, നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല. ഈ ശ്രീദേവിയുടെ അമ്മയുണ്ടല്ലോ ഭാനുമതി, അവർ ശരിയല്ല. തന്നോടത് ആര് പറഞ്ഞു? എനിക്കറിയാവുന്ന ഒരാൾ ഈ ഭാനുമതിയുടെ വീട്ടിനടുത്താ താമസം. അവർ പല വീടുകളിലും വേലയ്ക്ക് പോകുന്ന പതിവുണ്ട്. പക്ഷേ വീട്ടുവേല എന്നുള്ളതൊരു മറ മാത്രമാണെന്നാ കേട്ടത്. യഥാർത്ഥ ജോലി വേറെയാ. ഏയ്, അവരെ കണ്ടാൽ അത്രക്കാരിയാണെന്ന് തോന്നില്ലല്ലോ. അല്ല സാറേ, കാണുന്ന പോലെ അല്ല ആ സ്ത്രീ. സാറിന്റെ മുന്നിൽ വന്ന് കാണിക്കുന്ന കണ്ണീരും കരച്ചിലും ഒക്കെ വെറും അഭിനയമാണ്. ശ്രീദേവിയെ ചീത്തയാക്കിയതിൽ അവർക്ക് നല്ലൊരു പങ്കുണ്ട്. ദേ, സാറിനറിയോ, ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് ശ്രീദേവിയെ പ്രേരിപ്പിച്ചത് ഭാനുമതിയാ. കാശില്ലെങ്കിൽ പഠിപ്പിക്കില്ലെന്നും വരുമാനത്തിനുള്ള വഴി നോക്കണമെന്നും ശ്രീദേവിയോട് ഈ തള്ള എപ്പോഴും പറയുമായിരുന്നു. താൻ ഈ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. സാറേ, ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതൊന്നുമല്ല, അവിടുത്തെ അയൽക്കാരുടെ അഭിപ്രായമാണ്. ശ്രീദേവി കഞ്ചാവ് കച്ചവടമൊക്കെ തുടങ്ങിയിട്ട് കുറച്ചു കാലമായെന്നാ കേൾക്കണേ. ഈ ലോകത്ത് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ടെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയായി. ശരിയാ സാറേ. സാറിന് ഭാനുമതിയോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം തോന്നി. അവരുടെ സങ്കടം കണ്ടപ്പോൾ അല്പം മനസ്സലിഞ്ഞു എന്നുള്ളത് നേരാ. എന്തൊക്കെ പറഞ്ഞാലും ഒരു അമ്മയല്ലേ, അവരുടെ വിഷമം ആത്മാർത്ഥമാണെന്ന് തോന്നി. അതൊക്കെ കള്ളത്തരവാ സാറേ. അതുകൊണ്ടാ സാറിനോട് ഇപ്പൊ തന്നെ അതൊക്കെ സൂചിപ്പിച്ചത്. ഇടുന്ന വകുപ്പുകളിലൊന്നൊരു വീഴ്ച ഉണ്ടാകണ്ട സാറേ. മനസ്സിലായില്ല? അല്ല, ചേർക്കുന്ന വകുപ്പുകളൊന്നും കുറയ്ക്കണ്ടെന്ന് പറയുമായിരുന്നു. നല്ല ശിക്ഷ കിട്ടുകയാണെങ്കിൽ അമ്മയും മകളും ഒരു പാഠം പഠിക്കും. അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. അല്ല സാറേ, ഇന്നെന്നെ കോടതിയിൽ ഹാജരാക്കോ? ഇല്ല, കൃത്യമായ FIR തന്നെ വേണം സബ്മിറ്റ് ചെയ്യാൻ. വെറുതെ ഊഹിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റിയ കേസ് അല്ലടോ ഇത്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടുന്ന കേസാവുമ്പോഴേ. അല്ല സാറേ, വൈകുന്തോറും മീഡിയാസ് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അവരിപ്പോൾ തന്നെ ആവശ്യമില്ലാത്ത വാർത്തകൾ കൊടുത്തു തുടങ്ങി. പ്രതികളെ അറസ്റ്റ് ചെയ്തത് രേഖപ്പെടുത്താൻ വൈകിയാൽ കൂടുതൽ കുഴപ്പമാവും. ഞാനിപ്പോ കനകത്തിന്റെ ചാർജ് ഷീറ്റ് തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ്. വഞ്ചൂർ സ്റ്റേഷനിൽ നിന്ന് ഒരു മെയിലൂടെ കിട്ടാനുണ്ട്. കനകത്തിന് ഒതുക്കാൻ നോക്കിയിട്ട് ഒരു പ്രയോജനമില്ല സാർ. അവരുടെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ട്, സഹായിക്കാൻ വമ്പന്മാരും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല സാർ. അവർ രക്ഷപ്പെടുമെന്ന് മാത്രമല്ല, അവരുടെ ശത്രുത വാങ്ങിവെക്കുകയും ചെയ്യും. സാരമില്ല സതീശ, ചില ശത്രുക്കള് നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ്. ഏതായാലും ഇത്രയും കാലം ജോലി ചെയ്തില്ലേ, എന്തെങ്കിലും ഒരു നന്മയൊക്കെ ചെയ്യുമ്പോഴല്ലേ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുന്നത്. അത് ശരിയാ സാറേ. അതെ, ഞാനിവിടെ പണവും പ്രതാവും ഒന്നും നോക്കുന്നില്ല. നിയമം നടപ്പാക്കണം, നീതി ലഭിക്കണം, അതല്ലേടോ വേണ്ടത്. അതെ സാർ.
ശ്രീദേവിയോട് തോന്നാത്ത സിമ്പതി എനിക്ക് കനകത്തിനോട് തോന്നേണ്ട കാര്യമൊന്നുമില്ല. സാറിന്റെ തീരുമാനം കൊള്ളാം സാറേ. ശ്രീദേവിയെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് ഞാൻ മീഡിയയോട് പറഞ്ഞോട്ടെ. ഒന്ന് ക്ഷമിക്കടോ. കോടതി സമയം കഴിഞ്ഞാലും മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോവാമല്ലോ. പിന്നെന്താ? നമസ്കാരം. എന്തായി? ഡേറ്റ് കൺഫേം ആവുമോ? ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരില്ലായിരുന്നു. വിളിക്കാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സാറിനോട് എന്ത് പറയും? ഇന്ന് പ്രോഗ്രാം ചാർട്ട് ചെയ്തില്ലെങ്കിൽ അവാർഡ് ദാനം വൈകും. ഇനിയിപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ് നോക്കിയാൽ മതി. അമേരിക്കൻ ട്രിപ്പ് ഉള്ളതാ. ഈ ഓണത്തിനിടയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ പ്രോഗ്രാം ഒന്ന് കളർഫുൾ ആയനെ. എനിക്കൊന്ന് മന്ത്രിയെ കാണാൻ പറ്റുമോ? ഒരു 10 മിനിറ്റ്. 2 വൈദികർ കാണാൻ വന്നിട്ടുണ്ട്. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ വിളിക്കാം. എന്തോ ചേച്ചി എൻഗേജ്ഡ് ഓണാ കിട്ടുന്നില്ല. ഇനി അത് തന്നെയാണോ നമ്പർ? അത് മാറിപ്പോയാണോ? നമ്പറൊക്കെ അത് തന്നെയാ. ഒന്നുകൂടെ നോക്കിയേ. ആ ആ റിങ് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. ചിലപ്പോ പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ടായിരിക്കും. ഒന്നുകൂടെ വിളിക്ക്. ആ നമസ്കാരം സാർ. ഇരിക്കും. സോറി സാർ. കട്ട് ചെയ്യണ്ട, അറ്റൻഡ് ചെയ്തോളൂ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലോ എടുത്തോളൂ. ഹലോ. ഹലോ, തഹസിൽദാർ സാർ അല്ലേ? അതെ. ഹലോ സാറേ, എൻ്റെ പേര് ഭാനുമതി. ഞങ്ങളുടെ അയൽക്കൂട്ടത്തിനാണ് ഇപ്രാവശ്യത്തെ നല്ല കുടുംബശ്രീക്കുള്ള അവാർഡ് കിട്ടിയത്. ആ, മനസ്സിലായി. ഭാനുമതിക്കും അവാർഡുണ്ടല്ലോ. സർ, ഈ വർഷത്തെ കുടുംബശ്രീ അവാർഡ് കിട്ടിയ... ഓ, അതിനെന്താ, സംസാരിച്ചോളൂ. ആ, ഭാനുമതി സൗകര്യമുള്ളൊരു ഡേറ്റ് പറഞ്ഞു. സാറേ, എനിക്ക് മന്ത്രിയോട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം സാറേ. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ സാറേ. സാറിനോട് അവർക്കെന്തോ സംസാരിക്കണമെന്ന്. ഓ, ആയിക്കോട്ടെ, തന്നോളൂ. ഹലോ, മന്ത്രിയാ, പറഞ്ഞോളൂ. അയ്യോ, നമസ്കാരം സാറേ. എൻ്റെ പേര് ഭാനുമതി എന്നാണ്. എനിക്കൊരു വിഷയം സാറിൻ്റെ അടുത്ത് പറയാനുണ്ട്. ദയവ് ചെയ്ത് സാർ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. പറഞ്ഞോളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് അതിരുമല സ്റ്റേഷന്റെ അടുത്താണ്. പോലീസുകാരും പത്രക്കാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് ആഘോഷമാക്കുന്ന ഒരു എരയുടെ അമ്മയാണ് സാറേ ഞാൻ. പറയൂ. സാറേ, എൻ്റെ മോക്ക് 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു എരയാണിപ്പോ എൻ്റെ മോള്. ആ എരയെ ശിക്ഷിക്കണമെന്നുള്ളത് എന്ത് നീതിയാണ് സാറേ? ഇതാണോ സാറേ സർക്കാരിന്റെ നയം? എനിക്ക് നിങ്ങളുടെ അവാർഡ് ഒന്നും വേണ്ട സാറേ. എനിക്കെന്റെ മോളൊന്ന് തിരിച്ചു തരുമോ സാറേ? എന്റെ മോള് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എന്തിനാണ് സാറേ എന്റെ മോളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഒരിക്കലും ഒരു നിരപരാധിയും ദ്രോഹിക്കാൻ ഈ സർക്കാർ സമ്മതിക്കില്ല എന്നോർക്കണം. ഈ സർക്കാർ ഇരയോടൊപ്പമാണ്. എന്താണ് ഭാനുമതിയുടെ മകൾക്ക് സംഭവിച്ചതെന്നത് വ്യക്തമായിട്ട് പറയണം. കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകും.
കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാവുന്നുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ, വേണ്ടത് ചെയ്യാം. ഒരുപാട് നന്ദിയുണ്ട് സാറേ. നോക്കാന്ന് പറഞ്ഞു ചേച്ചി, അവര് നോക്കാന്ന് പറഞ്ഞു. ശരിയാകും മോളെ, എല്ലാം ശരിയാകും. ബാ, നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം. ബാ. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. പോലീസിന്റെ പ്രതികരണം എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആരും ബഹളം വെക്കണ്ട. ഇന്ന് തന്നെ പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ വൈകുന്നതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? പ്രതിപട്ടികയിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കാനുള്ള ഗൂഢാലോചനയാണോ? ഒരു ഗൂഢാലോചനയും ഇല്ല. പ്രതികളെ എല്ലാവരെയും ഹാജരാക്കും. പിടികൂടിയ ലഹരി മാഫിയയ്ക്ക് അന്താരാഷ്ട്ര ബന്ധമുണ്ടോ സർ? കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമേ പറയാൻ പറ്റൂ. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷിക്കണം. സർ, ഫോണുണ്ട്. മന്ത്രിയാ. മന്ത്രി? അതെ സർ. സർ, സുരേഷ് കുമാർ അല്ലേ? അതെ സർ. അവിടെ നിന്ന് നിങ്ങൾ പിടികൂടിയ ശ്രീദേവി എന്നൊരു കുട്ടിയുണ്ടല്ലേ? ഉണ്ട് സർ. 4-ാം പ്രതിയാ. അതിന്റെ ചാർജ് ഷീറ്റ് എഴുതിയോ? ഇല്ല സർ, എഴുതാൻ പോകുന്നു. എന്താണ് ആ കുട്ടിയുടെ മേൽ ആരോപിക്കുന്ന കുറ്റം? ലഹരി കണ്ടെടുത്ത വീട്ടില് ഈ കുട്ടി കുറച്ചു കാലമായിട്ട് താമസിക്കുന്നുണ്ട്. ലഹരി കടത്താൻ ഈ കുട്ടി ഏജന്റായി ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് സംശയം. സംശയമല്ലേ? ഈ കുട്ടിക്ക് മറ്റൊരു ലഹരി കച്ചവടക്കാരനുമായി അടുപ്പമുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് സർ. ഇടോ, താൻ സംസാരിക്കുന്നത് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പറ്റിയാണെന്ന് താൻ ഓർക്കണം. ആ കുട്ടിയെ അവരവിടെ തടവിൽ താമസിപ്പിച്ചിരുന്നു എന്നുള്ളതല്ലേ സത്യം? ആ കുട്ടി വിദേശത്തേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘത്തിന്റെ കയ്യിലായിരുന്നില്ലേ? അവർ നടത്തുന്ന ലഹരി കച്ചവടത്തിന് ഈ കുട്ടി എന്തു പിഴച്ചു? അല്ല സർ, മീഡിയയൊക്കെ ഇതൊരു വലിയ വാർത്തയാക്കി കഴിഞ്ഞു. ഈ കുട്ടിയും അവരുടെ സംഘത്തിലെ ഒരാളെന്ന നിലയിലാണ് വാർത്തകൾ വരുന്നത്. താൻ എന്തിനാണോ ഈ വാർത്തകളുടെ പുറകെ പോകുന്നത്? അതാണോ ഒരു പോലീസുകാരന്റെ ധർമ്മം? വാർത്തകൾ വിൽക്കാനുള്ളതാണെങ്കിൽ അവരത് പാകത്തിന് സൃഷ്ടിച്ചെടുക്കും. വാർത്തകൾ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടത് സെൻസേഷനാണ്. 15 വയസ്സുള്ള പെൺകുട്ടി മയക്കുമരുന്ന് വിൽക്കുന്ന അന്താരാഷ്ട്ര ബെൽറ്റ് അല്ലേടോ? ആ തലക്കെട്ടാണെങ്കിൽ വിറ്റുപോകാൻ എളുപ്പമാണല്ലോ അല്ലേ? പക്ഷേ നീതിബോധമുള്ള ഒരു പോലീസുകാരന്റെ ധർമ്മം എല്ലാം ചങ്കുറപ്പോടെ നേരിട്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. ആ കൊച്ചിനെ ഒഴിവാക്കാൻ സുരേഷിനെ ഞാൻ നിർബന്ധിക്കില്ല. ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ താങ്കളുടെ ഔദ്യോഗിക നിർവഹണത്തിൽ ഇടപെടുന്നുമില്ല. പക്ഷേ താങ്കൾ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണെന്ന് ഈ സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ സത്യസന്ധനാണ് സർ. ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യം സർക്കാർ ഊർജിതമാക്കുമ്പോൾ കേസിനൊരു ബലം വേണമല്ലോ എന്ന് വെച്ച് നിരപരാധികളെ പ്രതിയാക്കി കേസെടുത്തിട്ട് എന്ത് ബലം കിട്ടാനാണ്? സർക്കാരിന് ഇല്ലാത്ത ഇമേജ് താനായിട്ടുണ്ടാക്കണ്ട. ഒരു പത്രക്കാരെയും ഈ സർക്കാർ ഭയക്കുന്നില്ല. എനിക്കും പത്രക്കാരെ ഭയമില്ല സർ. താൻ ചെയ്യുന്ന ജോലിയോടും ഈ സർക്കാരിനോടും പ്രതിബദ്ധത കാട്ടിയേ പറ്റൂ. ഒരു പൗരന്റെ സ്വാതന്ത്ര്യവും അവകാശവും സുരക്ഷയും ഉറപ്പാക്കണം. അത് താങ്കളുടെയും എന്റെയും കടമയാണ്. ഷുവർ സർ. പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, ഞങ്ങൾ 4-ാം പ്രതിയാണെന്ന് കണക്കാക്കിയിരുന്ന 15 വയസ്സുകാരി ശ്രീദേവി നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ കുട്ടി ഈ സംഘത്തിലെ ഏജന്റ് ആയിരുന്നില്ല. കുട്ടിയുടെ ദാരിദ്ര്യമുള്ള ജീവിത സ്വഭാവം മനസ്സിലാക്കി അവളെ മോഹിപ്പിച്ച് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അവരുടെ തടവിലായിരുന്നു ശ്രീദേവി. ഇത് പെട്ടെന്നുണ്ടാക്കിയ ഒരു നുണക്കഥയല്ലേ?
ശ്രീദേവി രക്ഷപ്പെടുത്താൻ മുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ടോ? എനിക്ക് ആരുടെയും സമ്മർദ്ദമില്ല. പക്ഷെ എൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്തത് ഞാൻ ചെയ്യില്ല. നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത്. അതൊരു കൊച്ചു പെൺകുട്ടിയാണ്. അതിന്റെ ജീവിതം വെച്ച് നിങ്ങൾ വാർത്തയാക്കരുത്. സാർ, ഞങ്ങളാരും അല്ലല്ലോ ആ കുട്ടിയെ പ്രതിയാക്കിയത്, നിങ്ങളാണ്. അതെ, ആ തെറ്റാണ് ഏറ്റുപറയുന്നത്. ആ പെൺകുട്ടിയുടെ അമ്മ ശ്രീദേവിയെ കാണാതെ എൻ്റെ പിറ്റേന്ന് ഇവിടെ പരാതി തന്നിരുന്നു. അതിന്റെ അന്വേഷണത്തിനിടയിലാണ് ഈ കേസിന് ആധാരമായ സംഭവം നടക്കുന്നത്. കുട്ടി ലഹരി സംഘത്തിന്റെ ഏജന്റ് ആണോ എന്ന് ആദ്യം സംശയിച്ചു പോയി. അത് തെറ്റായിരുന്നു. ഇനി ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ അത് നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ. എന്തായാലും ശ്രീദേവിയെ ഞങ്ങൾ വെറുതെ വിടുകയാണ്. സർ, ഒന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ. താൻ മിണ്ടരുത്. താനാണ് ഇത് ഇത്രയും വഷളാക്കിയത്. ശ്രീദേവി റിലീസ് ചെയ്യേ. സർ, ചെല്ലേ. ശ്രീദേവി എങ്ങനെയാണ് ഈ സംഘത്തിൽപ്പെട്ടത്? ഈ ലഹരി മാഫിയായിട്ട് ശ്രീദേവി എങ്ങനെയാ പരിചയപ്പെട്ടത്? അമ്മ പറഞ്ഞ കേൾക്കണമെന്ന് പറഞ്ഞിട്ടില്ല നിന്നോട്. ചേച്ചി, നമ്മുടെ മോള് ഇല്ല മോളെ, പോട്ട് സാരമില്ല. എന്റെ പൊന്നു മോള് കരയണ്ട. എല്ലാം നമ്മുടെ സമയദോഷം കൊണ്ട് സംഭവിച്ചതാണെന്ന് കരുതിയാ മതി. സമയദോഷല്ല അമ്മ, എന്റെ അഹങ്കാര എല്ലാത്തിനും കാരണം. ഞാൻ ചെയ്തതല്ല ശരിയാണെന്ന് ഞാൻ കരുതിപ്പോയി. എന്നോട് ക്ഷമിക്കാമോ? പൊന്നുമോള് സങ്കടപ്പെടണ്ട. കരയാതെ കരയാതെ മോളെ. സംഭവിച്ചതൊക്കെ മറന്നേ. ഇതെല്ലാം കൊണ്ട് നമ്മളെല്ലാം ഒരു പാഠം പഠിച്ചില്ലേ? അതിനിയുള്ള നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുമെന്ന് കരുതിയാൽ മതി. ഞാൻ ഇനി എന്റെ അമ്മ വീട്ടിലോട്ടും പോവില്ല. പ്ലീസ് ക്ഷമിക്കാമോ? ശ്രീദേവി, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മോൾ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടത് എങ്ങനെയാണ്? ഞാൻ എന്റെ അമ്മ അനുസരിച്ചില്ല, അതുപോലെ അവർ താരും. മാഡത്തിന് എന്താ പറയാനുള്ളത്? നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ അച്ഛനമ്മമാരുടെ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, അവരുടെ സ്വപ്നങ്ങളും അതിനുവേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് കഷ്ടമല്ലേ? ഓരോ സ്ത്രീയും കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്.
അപ്പോൾ അവളുടെ ആവലാതികളും നൊമ്പരങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ പ്രതി ചേർക്കപ്പെടും. എന്നെങ്കിലും ഇവിടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മുന്നിലെങ്കിലും നിങ്ങൾ കുറ്റക്കാരാകും. Saga